സ്ലിം ജിം ആൻറ്റന എങ്ങനെയാണ് ആ പേര് വന്നതെന്നല്ലേ? സ്ലിം ആയതുകൊണ്ട് തന്നെ വളരെ വണ്ണം കുറവാണ്, അപ്പോൾ കാറ്റ് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജിം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെ ഇൻ്റഗ്രേറ്റഡ് മാച്ചിങ്, അതായത് ജെ പോൾ ആൻറ്റനയ്ക്കുള്ള മാച്ചിങ് പോലെ തന്നെയാണ് സ്ലിം ജിം ആൻറ്റനയ്ക്കും. അത് ജെ പോൾ ആൻറ്റനയെക്കാട്ട് കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ്. ഇതിൻ്റെ ആ താഴേക്ക് വരുന്ന ഹാഫ് ലാംഡ ഉണ്ടല്ലോ വളഞ്ഞു വരുന്നത്, അത് ജെ പോളിന് ഉണ്ടാവില്ല. സ്ലിം ജിം ആൻറ്റന മെറ്റാലിക് മാസ്കിലാണ് മൗണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്വാർട്ടർ വേവ് ലെങ്ത്ത് ഫ്രീ സ്പേസ് ആൻറ്റനയുടെയും മാസ്റ്റിൻ്റെ ഇടയിൽ വേണം. PVC ആണെങ്കിൽ ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ച പോലെ ആണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പോൾ ഫ്രീ സ്പേസ് ഉണ്ടെങ്കിലാണ് ആൻറ്റന ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. ടെസ്റ്റ് ചെയ്യുമ്പോഴടക്കം ഫ്രീ സ്പേസ് വേണം. ബാക്കി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നിൽക്കണം. പിന്നെ ഈ ആൻറ്റന അധികവും VHF ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനത് VHF ആൻറ്റന ഉണ്ടാക്കിയിട്ട് UHF ഉപയോഗിച്ചിട്ടുണ്ട് റിസപ്ഷൻ. അത് കാണിച്ചുതരാം, അവസാനമാകുമ്പോൾ കാണാം. ആൻറ്റനയുടെ ലെങ്ത്ത് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കാൽക്കുലേറ്റർ ഓൺലൈനായിട്ടുണ്ട്. അതിൻ്റെ URL ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആ മാച്ചിങ് സെക്ഷൻ കണ്ടുപിടിക്കുന്നത് ആദ്യമായിട്ടൊരു ക്രോക്കഡൈൽ ക്ലിപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് കോയാക്സിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് SWR ചെക്ക് ചെയ്ത് ലോവസ്റ്റ് SWR കിട്ടുന്ന സ്ഥലം കണ്ടുപിടിക്കുക. എന്നിട്ട് കോയാക്സ് അവിടെ വേണമെങ്കിൽ നേരിട്ടിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം, കൂടുതൽ ബെറ്റർ കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എർത്തിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 10 സ്ക്വയർ മില്ലിമീറ്റർ കോപ്പർ വയറാണ് ഉപയോഗിച്ചത്. അടുത്തുള്ള ഇലക്ട്രിക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനു വേണ്ട കാൽക്കുലേഷൻസ് M0 UKDയുടെ സൈറ്റിൽ നിന്ന് ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. വെലോസിറ്റി ഫാക്ടർ ഞാൻ എടുത്തത് 0.96 ആയിട്ടാണ് കോപ്പറിന്. ഫ്രീക്വൻസി 145 നമ്മുടെ സെൻട്രൽ ഫ്രീക്വൻസി എടുത്തു VHFൻ്റെ. അപ്പോൾ വേവ് ലെങ്ത്ത് 2.07 മീറ്റർ കിട്ടി. പിന്നെ വെലോസിറ്റി ഫാക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1.99 മീറ്ററായിട്ട് ചുരുങ്ങും. മൊത്തത്തിൽ ആൻറ്റനയുടെ ലെങ്ത്ത് ഗ്യാപ്പ് അടക്കം 151 സെൻറ്റിമീറ്റർ. ഹാഫ് ലെങ്ത്ത് റേഡിയേറ്റർ സെക്ഷൻ 99.3 സെൻറ്റിമീറ്റർ. ക്വാർട്ടർ വേവ് മാച്ചിങ് സെക്ഷൻ, അതാ ചെറിയ പീസിന് ക്വാർട്ടർ വേവ് മാച്ചിങ് സെക്ഷൻ എന്നാണ് പറയുന്നത്, 49.7 സെൻറ്റിമീറ്റർ. പിന്നെ VSWR അഡ്ജസ്റ്റ് ചെയ്യാൻ ഏകദേശം 5 സെൻറ്റിമീറ്റർ അപ്പുറത്തായിരിക്കും 50 ohms പോയിൻ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് അങ്ങോട്ട് കൂടും ആദ്യം ടെസ്റ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കാം, പിന്നെ അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഗ്യാപ്പ് 0.1 വേവ് ലെങ്ത്ത്, അതായത് 2.1 സെൻറ്റിമീറ്റർ രണ്ട് സൈഡും തമ്മിൽ. സ്പേസിങ് അത്ര ക്രിട്ടിക്കൽ അല്ല, 4.5 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് റോൾ ചെയ്ത് വെച്ചിരുന്ന കോപ്പർ വയർ കഴിയുന്നത്ര നേരെയാക്കി, എന്നിട്ട് ഒരു സ്റ്റീൽ ടേപ്പ് എടുത്തിട്ട് അളന്നെടുത്തു. ഹാഫ് വേവ് റേഡിയേറ്റർ സെക്ഷൻ ഏകദേശം 99.3 സെൻറ്റിമീറ്റർ നീളത്തിൽ അതവിടെ വളച്ചു വെച്ചു. പിന്നെ എലമെൻറ്റ്സ് തമ്മിലുള്ള സ്പേസിങ് 4.5 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കണക്കാക്കിയിട്ട് രണ്ട് ഭാഗവും വളച്ചെടുത്തു. അപ്പോൾ ഇത് അത്ര കൃത്യമാണെന്നില്ല എന്നാണ് ഓൺലൈൻ കാൽക്കുലേറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പിന്നെ എനിക്ക് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പറഞ്ഞ അതേ അളവ് തന്നെ ഞാൻ എടുത്തു. മൊത്തത്തിലുള്ള നീളം വളച്ച് വെച്ച് കഴിയുമ്പോൾ രണ്ട് എൻഡുകളും തമ്മിലുള്ള ഗ്യാപ്പ് അടക്കം 151 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അങ്ങനെ വളച്ചെടുത്തു. നേരത്തെ കാണിച്ചത് താഴത്തെ സ്പേസിംഗ് ആയിരുന്നു, മുകളിലും അതേ സ്പേസിംഗ് തന്നെ 4.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വളച്ചെടുത്തു. അളവെടുക്കലും മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോഴുള്ള ആൻറ്റനയുടെ ഏകദേശ ഷേപ്പാണ് ഈ കാണുന്നത്. ഏറ്റവും നീളം കൂടിയത് ആ 3/4 ലാംഡ സെഗ്മെൻ്റ് ആയിരിക്കും. പിന്നെ ഹാഫ് വേവ് സെഗ്മെൻ്റ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് അവിടെ കാണാം. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ക്വാർട്ടർ വേവ് സെഗ്മെൻറ്റും കാണാം. ഇങ്ങനെയാണ് ഇത് കാണുന്നത്. സ്പേസിങ് ആ രണ്ട് സൈഡും തമ്മിലുള്ള സ്പേസിംഗ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മെഷർമെൻ്റൊക്കെ എടുത്ത് ഏകദേശമൊക്കെ വളച്ച് റെഡിയാക്കിയ ശേഷം ആൻറ്റന എടുത്ത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടൊന്ന് നോക്കിയതാണ്. ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് ഹോം ബ്രൂവിങ്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് PVC പൈപ്പിൻ്റെ മുകളിൽ ആ സ്ലിം ജിം ആൻറ്റന പിടിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ കോയാക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കോയാക്സ് കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ 5 സെൻറ്റിമീറ്റർ താഴ്ന്ന് അളന്നെടുത്തു. അവിടെയാണ് ആദ്യമായിട്ട് ക്രോക്കഡൈൽ ക്ലിപ്പ് കണക്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ രണ്ട് ഭാഗത്തും 5 സെൻറ്റിമീറ്റർ താഴ്ത്തുനിന്ന് വിട്ടിട്ട് ക്രോക്കഡൈൽ ക്ലിപ്പ് വെച്ചിട്ട് സ്ലിം ജിം ആൻറ്റന കോആക്സിലേക്ക് കണക്ട് ചെയ്തു. ആൻറ്റന മൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. ടെറസിൻ്റെ സൈഡിലുള്ള പാരപ്പറ്റിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. മുകളിലൊരു വയറുണ്ട്, അത് വേറെ ആൻറ്റനയുടെ വയറാണ്. ശരിക്കും അവിടെ ഉണ്ടാകാൻ പാടില്ല, പക്ഷേ വേറെ നിർത്തിയില്ല. എന്നിട്ട് അകത്ത് വന്നിട്ട് തിരൂർ റിപ്പീറ്റർ VU2 MJJ ആക്സസ് ഉണ്ടോ എന്ന് നോക്കി. ആക്സസ് എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്, പക്ഷേ SWR കുറച്ച് കൂടുതലാണ്. അത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്തത് നോക്കാം. അപ്പോൾ കുറേ മെഷർമെൻറ്റ് ട്രൈ ചെയ്ത് നോക്കി. താഴെ ഭാഗത്തുനിന്ന് മേലേക്കുള്ളതാണ് മെഷർമെൻറ്റ് കാണുന്നത്. 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, അങ്ങനെ ബെസ്റ്റ് SWR കിട്ടിയത് ഏകദേശം 2 സൈഡും 40 സെൻറ്റിമീറ്റർ ഫ്രം ലോവർ എൻഡ് അങ്ങനെയാണ് കിട്ടിയത്. അതിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒന്ന് പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ചെയ്തപ്പോൾ SWR കൂടി. അപ്പോൾ ബെസ്റ്റ് SWR കിട്ടിയത് 40 സെൻറ്റിമീറ്ററിൽ 2:1. അപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ തുടങ്ങി 40 സെൻറ്റിമീറ്ററിലാണ് കിട്ടിയത്. അപ്പോഴേക്കും വെയിൽ കൊണ്ട് ഒരു മതിയായി. തൽക്കാലത്തേക്ക് അവിടെ നിർത്തി വെച്ചു. പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. VU2 RV, VU2 TFF, VU2 Juliet Oscar. Good morning Devi, good morning Wilson. I am testing out a new antenna, Homebrew Slim Jim antenna for VHF. VU2 RV, VU2 Juliet Oscar. Dr. John, very good morning once again, and as usual, at 7 copy, your new Slim Jim antenna is doing a good job. As far as I'm concerned, I'm going to getting you 5D plus. So anybody copying MJJ repeater will be getting you 5D plus. Good old company, good day number 73. More tickets, video Romeo Victor account. ഇപ്പോൾ നിങ്ങൾ കേട്ടത് സ്ലിം ജിം ആൻറ്റന ലോക്കൽ VHF റിപ്പീറ്റർ VU2 MJJയിൽ ടെസ്റ്റ് ചെയ്തതാണ്. നന്നായിട്ട് കിട്ടി. ഇപ്പോൾ കേട്ടത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ക്രോസ് ബാൻഡ് റിപ്പീറ്ററാണ്. അതും തിരക്കില്ലാതെ കിട്ടി. പക്ഷേ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. അതെന്താണെന്നറിയില്ല. പിന്നെ പലരും സ്ലിം ജിം ആൻറ്റന വെച്ചിട്ട് സ്പേസ് സ്റ്റേഷനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് സാധിച്ചില്ല. എൻ്റെ ഒരു പക്ഷേ ഈ ക്രോക്കഡൈൽ ക്ലിപ്പും ഒക്കെ വെച്ചിട്ടുള്ള കണക്ഷൻ ആയതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ട് ഒരു പക്ഷേ ആവശ്യത്തിന് സിഗ്നൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ പലതവണ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്.